ഒരു രാജകുടുംബത്തിലെ ആൾക്ക് കേരളത്തിലുള്ളൊരു മലയാളിയെ വീട്ടിൽ നിന്നും വിളിച്ച് ജോലിക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? പനിയനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ടിക്കറ്റ് തരാമെന്ന് പറഞ്ഞാലും വാങ്ങണ്ട. എവിടെയാണ് നിൽക്കുന്നത് എനിക്കറിയില്ല. ഒരു സ്വപ്നലോകത്തിലെ സഞ്ചാരി മാതിരിയാണ് നടക്കുന്നത്. ഞാൻ ജോലി ചെയ്തിരുന്ന ബിൻകിരീഷ് ജനറൽ ട്രേഡിംഗ് എന്ന സ്ഥാപനത്തിൽ സ്ഥിരം സന്ദർശകനായിരുന്നു അബുദാബി രാജകുടുംബ അംഗമായ ഹിസ് എക്സലൻസി ഷെയ്ഖ് ഹമദ് ബിൻ ഹംദാൻ അൽ നഹിയാൻ എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ ഞാൻ അബുദാബി ഉപേക്ഷിച്ച് നാട്ടിൽ സ്ഥിരമായി താമസിക്കാം എന്ന് കരുതി തിരിച്ചു പോന്നു. ഇവിടെ എങ്ങനെ ജീവിക്കും എന്നുള്ള ചിന്ത ഒരു ഭാഗത്ത്, പക്ഷേ ഇങ്ങോട്ടേക്ക് വന്നു എന്ന് മാത്രം. ഇവിടെ ഞാൻ വന്നപ്പോൾ എൻ്റെ മനസ്സ് ആകെ തളർന്ന് കിടക്കുക, ശരീരവും വളരെ ശോഷിച്ചു. അതായത് ആകെ ഒരു ബുദ്ധിമുട്ടിൽ നടക്കുന്ന സമയത്ത് അവിടെ ഷെയ്ഖ് അഹമ്മദ് ഇടയ്ക്കിടയ്ക്ക് ചെല്ലും. അങ്ങനെ ഒരു ദിവസം ചോദിച്ചു, മൊയിൻ ഷെരീഫ് എവിടെയെന്ന് ചോദിച്ചു. പറഞ്ഞു ഷെരീഫ് നാട്ടിലേക്ക് പോയി. എന്നാ ഇനി വരുന്നത്? ഇല്ല, അവൻ ഇനി വരുന്നില്ല, വേണ്ടെന്ന് പറഞ്ഞ് പോയതാ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി പോയതാണോ? പറഞ്ഞാൽ അല്ല. എന്നാൽ അവനോട് പറയൂ എൻ്റെ ഓഫീസിൽ വന്ന് ചാർജ് എടുക്കാൻ. ഇത് കേട്ടപ്പോൾ എനിക്ക് സംശയം കൂടി. ഒരു രാജകുടുംബത്തിലെ ആൾക്ക് കേരളത്തിലുള്ളൊരു മലയാളിയെ വീട്ടിൽ നിന്നും വിളിച്ച് ജോലിക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? ഇതൊക്കെയായിരുന്നു എൻ്റെ മൈനസ് തിങ്കിങ്, നെഗറ്റീവ് തിങ്കിങ്. അതിലെന്തോ ഒരു ഉടായ്പുണ്ടാവുമല്ലോ എന്നൊരു ചിന്ത. പ്രേക്ഷകർക്ക് മനസ്സിലാക്കാനായിട്ട് ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു 10 കോടി രൂപ നമ്മുടെ മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മളോട് ആരെങ്കിലും പറയണം നിങ്ങളത് വെറുതെ എടുത്തോ എന്ന് പറഞ്ഞാൽ നമുക്ക് ധൈര്യം ഉണ്ടാവും എടുക്കാൻ. അത്തരത്തിലുള്ള ഒരു ചിന്തയാണ് എനിക്ക് വരുന്നത്. കാരണം രാജകുടുംബത്തിൽ അതുവരെ ജോലി ചെയ്യുന്നത് യൂറോപ്യന്മാരും അല്ലെങ്കിൽ മറ്റ് അറബുകളൊക്കെ ആയിരിക്കുന്നിടത്തേക്ക് ഒരു വെറും ഒരു മലയാളിയെ വിളിക്കുക എന്ന് പറയുമ്പോൾ അതിലെന്തോ ഒരു വിശ്വാസക്കുറവ്. പക്ഷേ ദൈവത്തിൻ്റെ നിയോഗമായിരിക്കാം. അങ്ങനെ എൻ്റെ അനിയൻ നൂറുദ്ദീൻ അവിടെ അബുദാബിയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഒരു ദിവസം നൂറുദ്ദീനൊരു ഫോൺ കോൾ വന്നു. ആ ഫോൺ കോൾ ഇങ്ങനെയായിരുന്നു, മൊയിൻ അഹൂക്ക്, നിൻ്റെ സഹോദരൻ എവിടെ? അപ്പോൾ നൂറുദ്ദീൻ അവൻ്റെ ഭാഷയിൽ പറഞ്ഞു, അങ്ങനെ ആൾ നാട്ടിലാണ്, അവനോട് എൻ്റെ അടുത്ത് വന്ന് ജോലി ചെയ്യാൻ പറയും. അപ്പം എൻ്റെ അനിയൻ ചോദിച്ചു, ആരാണ് സംസാരിക്കുന്നത്? പറഞ്ഞു ഹമദ്. അവർ സ്വയം ഷെയ്ഖ് എന്ന് പറയില്ല, അത് നിങ്ങൾക്കറിയാലോ, പ്രേക്ഷകർക്കറിയാലോ, അവർ സ്വയം ഷെയ്ഖ് എന്ന് പറയില്ല, ഹമദ്. അപ്പോൾ അനിയൻ വീണ്ടും ചോദിച്ചു, ഐ ഹമദ്. അപ്പോൾ പറഞ്ഞു ഹമദ് ബിൻ ഹംദാൻ. അപ്പോൾ മനസ്സിലായി. അപ്പോൾ ഒന്നും കൂടെ ഉറപ്പായി. അപ്പോൾ ഞാൻ എൻ്റെ അനിയനോട് പറയാൻ ഇന്നത്തെ പോലെയുള്ള കമ്മ്യൂണിക്കേഷനൊന്നും ഇല്ലാത്ത കാലമാണ്. ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് വേണം എന്തെങ്കിലും മെസ്സേജുകൾ കൊടുക്കാനായിട്ട് വിളിക്കാനൊക്കെ ആയിട്ട്. അവിടേക്കാണ് ഗൾഫിൽ നിന്ന് കോൾ ഇങ്ങോട്ട് വരിക, ഇവിടുന്ന് അങ്ങോട്ട് വിളിക്കല്ല. അപ്പം ഞാൻ അനിയനോട് പറഞ്ഞു, നീ ഷെയ്ഖിനോട് പറയുക ഒരു സിംഗിൾ ടിക്കറ്റ് തരികയാണെങ്കിൽ ഞാൻ വന്നോളാം. ഇത്രേ പറയുള്ളൂ. അതൊരു ടെസ്റ്റ് ഡോസാണ്. അവൻ സീരിയസ് ആയിട്ട് വിളിക്കുന്നതാണോ അല്ലെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഡോസ് മാത്രം. അതിനിടയിൽ എൻ്റെ പഴയ ബോസ്, ജീവിച്ചിരിക്കുന്ന ബോസ് അബ്ദുള്ള ബിൻ കിരീഷ് അൽ ഗുബൈസി, അദ്ദേഹം ഇപ്പോഴും അവിടെ വിളിക്കാറുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഒന്ന് വായോ, വന്നിട്ട് ഇങ്ങനെ ഷെയ്ഖിൻ്റെ അടുത്ത് വായോ. അപ്പോൾ എനിക്ക് തീരെ ധൈര്യമില്ല, പോകണമെന്ന് ആഗ്രഹമില്ല. തന്നെയല്ല, നാട്ടിൽ കുറച്ചാൾ നിന്ന് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പോകണമെന്നുള്ള ആഗ്രഹവും ഇല്ലാതെയായി. അപ്പോൾ അനിയനോട് ഇങ്ങനെ ടിക്കറ്റ് ചോദിച്ച് പറഞ്ഞു, അതിനെന്താ ടിക്കറ്റ് വേണമെങ്കിൽ. അപ്പോൾ അനിയനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ടിക്കറ്റ് തരാമെന്ന് പറഞ്ഞാലും വാങ്ങണ്ട, അതൊരു ഉറപ്പാക്കൽ മാത്രം. അപ്പോൾ പറഞ്ഞു, ശരി, ടിക്കറ്റ് എത്ര വേണമെങ്കിലും എടുത്തോളൂ എന്നൊറ്റ വാക്ക് പറഞ്ഞു. ഞാൻ 1988 ഫെബ്രുവരി 6-ാം തീയതി തിപ്രയാറിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ബസ്സിന് പോയിട്ട് തിരുവനന്തപുരത്ത് നിന്ന് സിംഗിൾ ടിക്കറ്റ് എടുത്തുകൊണ്ട് അബുദാബിയിൽ ചെന്നു. അബുദാബിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പോഴും എനിക്ക് ധൈര്യമില്ല. കാരണം ഇതിലെന്തോ ഒരു ഉടായ്പ ഉണ്ടാവും എന്നും വിചാരിച്ച് ഞാൻ തിരിച്ചു പോരാനുള്ള എല്ലാ പരിപാടികളും, എന്ന് പറഞ്ഞാൽ കൂട്ടുകാരിൽ നിന്നും അല്ലാത്തവരിൽ നിന്നും കടങ്ങൾ വാങ്ങിയിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരാനുള്ള എല്ലാ പരിപാടികളും എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അബ്ദുള്ള ബിൻ കിരീഷ് അൽ ഗുബൈസിക്ക് ഫോൺ ചെയ്തു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനിപ്പോൾ ഉള്ളത് അലയിലാണ്, ഇന്ന് വ്യാഴാഴ്ചയാണ്, ശനിയാഴ്ച നീ എൻ്റെ കൂടെ വരിക, ഷെയ്ഖിൻ്റെ അടുത്ത് പോയിട്ട് ഷെയ്ഖ് ചോദിക്കുമ്പോൾ നീ പറയുക
ജോലി ചെയ്യാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് സമാധാനമായി. കാരണം ഷെയ്ഖ് എന്നെ വിളിച്ച് എപ്പോൾ നോക്കിയാലും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നൊരു വാക്ക് ഈ അബ്ദുള്ള ഖുബൈസി പറഞ്ഞു. സമ്മതിച്ചു. ശനിയാഴ്ച കാലത്ത് ഞാനും അബ്ദുള്ള ഖുബൈസിയും കൂടി, അതായത് പഴയ ബോസും കൂടെ ഷെയ്ഖിൻ്റെ അടുത്തേക്ക് ചെന്നു. ഷെയ്ഖ് എന്നെ കണ്ട വഴിക്ക് ചോദിച്ച ചോദ്യം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. സലാം ചൊല്ലിക്കഴിഞ്ഞ് ആദ്യം ചോദിച്ച ചോദ്യം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. എന്താ ഫിഹൈ, നീ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് ചോദിച്ചത്. എന്നുവെച്ചാൽ ഒരു തമാശ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അന്നെനിക്കറിയില്ല. ഞാൻ അന്നൊക്കെ ഷെയ്ഖിനെ വിളിച്ചിരുന്നത് അഹോയ് എന്നായിരുന്നു. സത്യത്തിൽ ഷെയ്ഖന്മാർ അഹോയ് എന്ന് വിളിക്കാൻ പാടില്ല എന്നുള്ളത് എനിക്കറിയില്ല. വിളിക്കുന്നത് തെറ്റാണെന്നല്ല, അറിയില്ല. തോലുംബ്രക്ക് എന്ന് പറയണം, തമിലുംബ്രക്ക്. പക്ഷേ ഞാനങ്ങനെ പറഞ്ഞു, അദ്ദേഹത്തിന് വിരോധമൊന്നുമില്ല. അപ്പോൾ ഞാനൊരു വാചകം പറഞ്ഞു, ഒരു മിനിറ്റ് എൻ്റെ കൂടെ ഒന്ന് വരാൻ പറ്റുമോ പുറത്തേക്കെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആ ചുറ്റുപാട് ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരിൽ ഏതോ അറബി പറയുന്ന വാചകം ഞാൻ കേട്ടു. അത് ഏതാണെന്നുള്ള ആരാണെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ ഷെയ്ഖനെ നീ കൊണ്ടുപോവുകയാണോ? അങ്ങനെ ഷെയ്ഖൻ്റെ പിന്നാലെ വന്നപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യമായിരുന്നു എനിക്ക്. ആദ്യം പുള്ളി എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, നീ വീട്ടിലെല്ലാം തർത്തീപ്പാക്കിയിട്ടാണോ വന്നത്? അപ്പോൾ ഞാൻ എടുത്ത വഴിക്ക് പറഞ്ഞു, അല്ല, ഞാനിങ്ങനെ ഇവിടെ വന്ന് ജോലി എല്ലാവരെയും കണ്ട് മടങ്ങി പോകാമെന്ന് വിചാരിച്ചിട്ട് വന്നതെന്ന് പറഞ്ഞു. അത് വേണ്ട, നീ എൻ്റെ കൂടെ ജോലി ചെയ്യൂ. ഒരു മാസം ജോലി ചെയ്തതിന് ശേഷം നീ പോയിട്ട് എല്ലാം തർത്തീപ്പായിട്ട് വീണ്ടും വന്നാൽ മതി. ഒരു മാസം നീ ഇവിടെ ജോലി ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ ഇപ്പം എനിക്ക് ആലോചിക്കുമ്പോൾ തമാശയാണോ അതെന്തുകൊണ്ട് എനിക്കങ്ങനെ പറയാൻ തോന്നി ഒന്നും അറിയത്തില്ല. ഞാൻ ചോദിച്ചു, എനിക്ക് എന്ത് ശമ്പളം തരും? അപ്പോൾ അവന് ഇങ്ങോട്ട് മറുചോദ്യം, നിനക്കിതിന് മുമ്പ് എത്ര കിട്ടിയിരുന്നു? അപ്പോൾ എൻ്റെ ബോസ് അകത്തിരിക്കുന്നത് മനസ്സിലാവണം. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇത്ര കിട്ടിയിരുന്നു, എന്നാൽ അതിനേക്കാളും കൂടുതൽ ഞാൻ നിനക്ക് തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ വണ്ടി ഉണ്ടായിരുന്നു, ഞാൻ വിറ്റിട്ടാണ് പോയത്, അതെൻ്റെ സ്വന്തം വണ്ടിയായിരുന്നു. പക്ഷേ അതിൻ്റെ മെയിൻ്റനൻസും അതിൻ്റെ പെട്രോളൊക്കെ തന്നിരുന്നത് പഴയ കമ്പനിയാണെന്ന് പറഞ്ഞു. വേണ്ട, നീ നാളെ ഒരു വണ്ടി വേറെ വാങ്ങിച്ചോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ടിക്കറ്റ്, നിനക്ക് വീട്ടിലും ബന്ധക്കാർക്കൊക്കെ ടിക്കറ്റ് നീ വാങ്ങിച്ചോ. ഇങ്ങനെ ഇവർ എന്തൊക്കെയോ ഒരു തരം, ഞാൻ ഏതോ ഒരു എവിടെയാണ് നിൽക്കുന്നത് എനിക്കറിയില്ല, ഒരു സ്വപ്നലോകത്തിലെ സഞ്ചാരി മാതിരിയാണ് നടക്കുന്നത്. അതിലേറ്റവും വലിയ രസം ദൈവത്തിൻ്റെ ഒരു ഇത്, അതിനുശേഷം ഷെയ്ഖിൻ്റെ LPO എന്ന് പറയും, ലോക്കൽ പർച്ചേസ് ഓർഡർ, അത് ഒപ്പിടാനുള്ള അധികാരം എനിക്കാണ് തന്നത്. അപ്പോൾ ടിക്കറ്റ് ആയാലും വണ്ടി വാങ്ങണേനായാലും വേണ്ട എല്ലാ കാര്യത്തിനും LPO കൊടുക്കുന്ന ആൾ ഞാനാ, വിത്ത് ഹിസ് പെർമിഷൻ, അത്രയേ ഉള്ളൂ. അപ്പം ഇതൊന്നും എനിക്കതൊന്നും അറിയില്ല. കാരണം അബുദാബി ട്രാവൽ ബ്യൂറോ എന്ന് പറയുന്നത് ഷെയ്ഖിൻ്റെ കൂടിയാണെന്നുള്ളത് എനിക്കറിയില്ലല്ലോ അന്നൊന്നും. അങ്ങനെ ഞാനൊരു മാസം ജോലി ചെയ്തു. ഒരു മാസം ജോലി ചെയ്തിട്ട് മാർച്ച് 10 ഞാൻ തിരിച്ചും കെട്ട് വന്നു. നാട്ടിലും പള്ളിയിലും ഉള്ള ആൾക്കാരൊക്കെ കൂടി പറഞ്ഞ്, ഷെരീഫ് ഗൾഫിലൊന്നും പോയിട്ടില്ല, ബോംബെത്തോളം പോയി മടങ്ങി വന്നിരിക്കുകയാണ്. അവരോടൊക്കെ ഞാൻ പറഞ്ഞു, അതെ, ഞാൻ പോയിട്ടില്ല. കാരണം അവർ വിശ്വസിക്കുക അങ്ങനെയാണ്. കാരണം ഒരു മാസം, അന്നത്തെ കാലത്തൊക്കെ ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു വരുന്ന പരിപാടിയില്ലല്ലോ. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും അവിടെ പോയി. അവിടെ ചെന്നപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സുന്ദരവും എന്നാൽ ടെൻഷനുമുള്ളൊരു ലൈഫ് ഞാൻ അറിഞ്ഞത്. ഏറ്റവും സുന്ദരവും. കാരണം നമ്മളൊക്കെ അറിയുന്ന, നേരത്തെ പറഞ്ഞ യൂസുഫ് അലി പറയുന്ന ഒരു വാചകം കടമെടുത്തുകൊണ്ട് ഞാൻ പറയട്ടെ, അതിൽ കുറച്ച് കൂട്ടിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ പറയുന്നൊരു വാചകമുണ്ട്. യൂസുഫ് അലി പറയുന്ന വാചകത്തിൽ എഡിറ്റ് ചെയ്തിട്ട്, ഒരു ഹൗസ് ബോയിയുടെ വിഷമം എനിക്കറിയാം, കാരണം ഞാൻ ഹൗസ് ബോയ് ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഒരു ഓഫീസ് ബോയുടെ വിഷമം എനിക്കറിയാം, ആ ജോലി ഞാൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു ടാക്സി ഡ്രൈവറായിട്ടുള്ള സമയത്ത്, ഞാൻ ടാക്സി ഡ്രൈവറിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഷെയ്ഖിൻ്റെ മാനേജറായിരിക്കുന്ന സമയത്ത് ടാക്സി സ്റ്റാൻഡ് വഴിക്ക് ഞാൻ പെരുന്നാണ്ടന്ന് പോകുമ്പോൾ ഞാൻ കുറച്ച് നേരം ഇരുന്ന് നോക്കും. അവരുടെ വിഷമങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. കാരണം അവർക്ക് പെരുന്നാളും ഇല്ല, ഒന്നുമില്ല. അതേപോലെ ഒരു ഷെയ്ഖിൻ്റെ മാനേജറായാൽ അതുകൊണ്ടുള്ള ഗുണങ്ങൾ, അതിൻ്റെ ഉള്ള ടെൻഷനുകളും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് വിദേശ രാഷ്ട്രങ്ങൾ അത് യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള ഒരുപാട് കളക്ഷൻസ് എന്നെ ജീവിതം പഠിപ്പിച്ചത് ഷെയ്ഖാണ്. ആ പഠിപ്പിച്ച ജീവിതത്തിൻ്റെ വാക്കുകൾ ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മൾ എവിടെ ജോലി ചെയ്യുകയാണെങ്കിലും, ഒരു ഷോപ്പാവട്ടെ, ഒരു എന്താ പറയുക, ഒരു ഓഫീസിലാവട്ടെ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മൾ 2-3 കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പൊളൈറ്റ്നെസ്, പങ്ക്ച്വാലിറ്റി, റെസ്പോൺസിബിലിറ്റി. ആ ഒരു കാര്യം പഠിപ്പിച്ചത് ഷെയ്ഖാണ്. കാരണം ഷെയ്ഖ് ഒരു സംഭവം ഉണ്ടായി. ഞാനിവിടുന്ന് ജോലിക്ക് ചെന്ന് ഒരു മാസം കഴിഞ്ഞ സമയത്ത് ഷെയ്ഖ് എന്നോട് പറഞ്ഞു, there are so many complaints against you. എൻ്റെ പേരിൽ ഒരുപാട് പരാതികൾ.
അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ അവിടേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കൊണ്ടു കൊടുക്കുന്നത് റോയൽ ഓഫീസിൽ നിന്നാണ്. അമീരി ഓഫീസുണ്ട്. അതായത് ഓയിലാവട്ടെ, വീട്ടിലേക്ക് വേണ്ട ഫുഡ് സ്റ്റഫ് ആവട്ടെ, മിനറൽ വാട്ടർ ആവട്ടെ, ക്ലീനേഴ്സ് എന്ന് വേണ്ട എ തൊട്ട് സെഡ് വരെ എല്ലാം കൊടുക്കുന്നത് അവിടെ നിന്നാണ്. ഇതിവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പലവരും ഇൻക്ലൂഡിങ് മലയാളികൾ കൊണ്ടുപോകാറുണ്ട് ചോദിക്കാതെ. കണക്കില്ല, അവർക്ക് അന്വേഷണങ്ങളില്ല, കണക്കുകൾ. ഞാൻ വന്നപ്പോൾ അതിനൊക്കെ ഒരു സിസ്റ്റം ഉണ്ടാക്കി. അത് പലവർക്കും ഇഷ്ടപ്പെട്ടില്ല. അതാണ് മെയിൻ കാരണം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഷെയ്ഖിനോട് പറഞ്ഞൊരു വാചകം മറുപടി ഇതായിരുന്നു: ഞാനൊന്ന് കണ്ണടയ്ക്കുകയാണെങ്കിൽ എവരിബഡി വിൽ ബി ഹാപ്പി വിത്ത് മീ. അതിന് ഷെയ്ഖ് പറഞ്ഞ മറുപടി അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ, ഇഫ് എവരിബഡി ഈസ് ആഗ്രി വിത്ത് യു ഐ വിൽ ബി ഹാപ്പി വിത്ത് യു, ബിക്കോസ് മോർ വർക്ക് മോർ കംപ്ലൈൻറ്റ്, നോ വർക്ക് നോ കംപ്ലൈൻറ്റ്. അങ്ങനെ ഞാൻ ഒരുപാട് വർഷം അവിടെ ജോലി ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു, വിദേശങ്ങളിലേക്ക് യാത്ര ചെയ്തു. എനിക്കൊരുപാട് അറിവുകൾ കിട്ടി. അങ്ങനെ എനിക്ക് എന്താ പറയുക, പല പല ഷെയ്ഖുമാരായിട്ട് പരിചയപ്പെടാനും പല പല അംബാസഡർമാരായിട്ട് പരിചയപ്പെടാനും സാധിച്ചത് എനിക്ക് അവിടെ വെച്ചിട്ടാണ്. പക്ഷേ അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഒരു ചെറിയൊരു സംഭവം കൂടെ ഞാൻ ഈ എപ്പിസോഡിൽ നിങ്ങളോട് പ്രത്യേകം പറയാൻ വേണ്ടി പോകണം. അതൊരു എന്നെ ഞാൻ ബൂസ്റ്റ് ചെയ്യുന്നൊരു സംഭവമല്ല, എന്നെ ഞാൻ താഴ്ത്തി കിട്ടുന്നൊരു സംഭവമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഷെയ്ഖ് തന്ന ഒരു ബെൻസ് വണ്ടിയിലേക്ക്, അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാലോ, ഇടത്തെ ഭാഗത്താണ് ഡ്രൈവിങ് ചെയ്യുക, വലത്തെ ഭാഗത്ത്. അവിടെ ഈ അന്നത്തെ കാലത്തുള്ള മൊബൈൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഫിറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. പിന്നീടാണല്ലോ അൽജവാലും ഒക്കെ വന്നത്, പിന്നീടാണ് കൊണ്ടുനടക്കുന്ന ഫോണൊക്കെ വന്നത് പിന്നീടാണ്. ഈ സമയത്ത് ഞാൻ അതിൻ്റെ മുമ്പുണ്ടായിരുന്ന എൻ്റെ ടാക്സിയിൽ നിന്നുള്ളൊരു ക്ലാമ്പ് ഉണ്ട്, മീറ്റർ ഫിറ്റ് ചെയ്യുന്ന ക്ലാമ്പ്, അത് ഊരി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയൊരു ക്ലാമ്പ്. അപ്പോൾ ഞാൻ ഒരു ഫിലിപ്പൈനിയാണ് ഇത് ഫിറ്റ് ചെയ്യുന്ന ആൾ. ആ ഓട്ടോ ഇലക്ഷനോട് ഞാൻ പറഞ്ഞു അത് വെറുതെ ഫിറ്റ് ചെയ്താൽ പറഞ്ഞു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, അത് ഫിറ്റ് ചെയ്തിട്ട് എന്താ കാര്യം? കാരണം വെറുതെ ഒരു ക്ലാമ്പ് വെറുതെ ഫിറ്റ് ചെയ്തിട്ടില്ല, ഒന്നുമില്ല. അപ്പം ഞാൻ അവനോട് കൊടുത്ത മറുപടി, ഈ വയർലെസ്സും ഈ മൊബൈൽ ഫോണും കാണുമ്പോൾ എനിക്ക് അഹംഭാവം ഉണ്ടാവും. അപ്പോൾ എൻ്റെ മനസ്സ് എന്നോട് പറയും, ഷെരീഫ്, നീ ഷെയ്ഖ് അഹമ്മദ് ബിൻ ഹംദാൻ അൽ നഹിയാൻ്റെ പ്രൈവറ്റ് ഓഫീസ് മാനേജരാണെന്ന്. അപ്പോൾ എനിക്കൊരു തലക്കനം വരും. ആ സമയത്ത് ആ ക്ലാമ്പ് എന്നോട് പറയും, ഷെരീഫേ, നീ പണ്ട് ടാക്സി ഓടിച്ചവനാണ് കേട്ടോ, അത് മറക്കണ്ട. അപ്പോൾ എൻ്റെ അഹംഭാവം പോവും. ആ അഹംഭാവം ഇല്ലായ്മ ചെയ്യാനാണ് ആ ക്ലാമ്പ് ഫിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വരുന്നത് ആ ക്ലാമ്പ് അവിടെ ഉണ്ടായിരുന്നു.